വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യാ പ്രേരണ കേസിൽ പ്രതികളായ ND അപ്പച്ചനും KK ഗോപിനാഥനും ഇന്നും അന്വേഷണ സംഘത്തിന് മുന്നിൽ. നാളെ മുതൽ 3 ദിവസം IC ബാലകൃഷ്ണൻ MLAയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. ഇന്നലെ DCC ഓഫീസിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ വിവിധ രേഖകൾ പരിശോധിച്ചു. കേസിൽ പോലീസ് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ച K സുധാകരൻ ഇന്ന് NM വിജയന്റെ വീട് സന്ദർശിക്കും. തുടർച്ചയായ 3-ാം ദിനമാണ് ND അപ്പച്ചനും KK ഗോപിനാഥനും ചോദ്യം ചെയ്യലിന് ഹാജരാവുന്നത്. നാളെ മുതൽ 3 ദിവസം IC ബാലകൃഷ്ണൻ MLA അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലെത്തും. രാവിലെ 10 മുതൽ 5 വരെ സമയബന്ധിത കസ്റ്റഡിയിൽ പോലീസ് MLAയെ ചോദ്യം ചെയ്യും. കൽപ്പറ്റയിലെ DCC ഓഫീസ് ഇന്നലെ പോലീസ് റെയ്ഡ് ചെയ്തു. ഓഫീസ് രേഖകളും കണക്കും മിനിറ്റ്സും ഉൾപ്പെടെയുള്ളവ പരിശോധിച്ചു. ബത്തേരിയിൽ നിന്ന് ND അപ്പച്ചനെയും കൊണ്ടെത്തിയായിരുന്നു പരിശോധന. ചോദ്യം ചെയ്യലിൽ NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങളാണ് അപ്പച്ചനോട് പോലീസ് ചോദിച്ചത്. അപ്പച്ചനും ഗോപിനാഥനും പറഞ്ഞതുപ്രകാരം അർബൻ ബാങ്ക് നിയമനത്തിന് വാങ്ങിയ 10 ലക്ഷം രൂപയ്ക്ക് തന്റെ 8 സെന്റ് പണയാധാരമായി നൽകിയെന്ന വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിലെ പരാമർശങ്ങളിലും ചോദ്യങ്ങളുണ്ടായി. പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരമായിരുന്നു അർബൻ ബാങ്കിലെ നിയമനങ്ങളെന്നായിരുന്നു നിയമനക്കോഴ സംബന്ധിച്ച ചോദ്യങ്ങളിൽ ഗോപിനാഥന്റെ മറുപടി. 3 ദിവസം ചോദ്യം ചെയ്യലിന് അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ പോകണമെന്ന കർശന ഉപാധിയോടെയാണ് കേസിൽ പ്രതികൾക്ക് കോടതി നേരത്തെ മുൻകൂർ ജാമ്യം നൽകിയത്. കേസിൽ KPCC പ്രസിഡന്റ് K സുധാകരനെയും പോലീസ് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. 2022-ൽ ആത്മഹത്യ സംബന്ധിച്ച മുന്നറിയിപ്പും പണമിടപാട് വിവരങ്ങളും അറിയിച്ച് NM വിജയൻ സുധാകരന് കത്ത് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. അതേസമയം പ്രതിപക്ഷ നേതാവ് VD സതീശന് പിന്നാലെ ഇന്ന് K സുധാകരനും NM വിജയന്റെ വീട്ടിൽ സന്ദർശനം നടത്തും. കുടുംബത്തിന്റെ കടബാധ്യതയടക്കം രാഷ്ട്രീയകാര്യ സമിതിയിൽ ചർച്ചയായതിനു പിന്നാലെയാണ് സുധാകരൻ കുടുംബാംഗങ്ങളെ കാണുന്നത്. മരണത്തിന് ശേഷം K സുധാകരൻ NM വിജയന്റെ കുടുംബത്തെ അധിക്ഷേപിച്ചത് വലിയ വിവാദമായിരുന്നു. കൈരളി ന്യൂസ്, വയനാട്.